ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് ഓഫ് CMA. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ സെൽഫ് ബാലൻസിങ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സെക്കൻഡ് വീഡിയോ ആണിത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ട്രാൻസ്ഫർ എൻട്രീസ് ആണ്. ട്രാൻസ്ഫർ എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിൽ, അതായത് ഒരേ പേരിൽ തന്നെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിസ്റ്റർ എ എന്നുള്ള പേരിൽ ഡെബിറ്റ് ബാലൻസ് ഒരു എമൗണ്ട് ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഒരേ പേരിലുള്ള എൻട്രി വരാൻ നേരത്തേക്ക് എന്ത് ചെയ്യും? ഡെബിറ്റിലും എഴുതി വെക്കും, ഡെപ്റ്ററായിട്ടും എഴുതും, ക്രെഡിറ്ററായിട്ടും എഴുതും അല്ലേ. അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? ഒരേ പേരിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാം. അതിനെ സെറ്റ് ഓഫ് ചെയ്ത് കളയാം. അതപ്പോൾ എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം? ഏതാണോ കുറവെന്ന് നോക്കുക, ആ കുറവുള്ളതിനെ കൊണ്ടുപോയി സെറ്റ് ഓഫ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, മിസ്റ്റർ എ എന്നുള്ളത് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ഒരു 10 രൂപ കിടപ്പുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് ഒരു 6 രൂപ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ കുറവ് ഏതാണുള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് എടുക്കണം എന്താണ്? 6 രൂപയാണ്. ആ 6 രൂപ 10 രൂപയിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് ഡെബിറ്റ് ബാലൻസിൽ എന്ത് കിടക്കും? 4 രൂപ കിടക്കും അല്ലേ. 4 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കിടക്കും. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസിലും ഡെബിറ്റ് ബാലൻസിലും കിടന്നിരുന്നത് ചുമ്മാ ഇരുന്ന് കിടക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഡെബിറ്റ് ബാലൻസിൽ മാത്രം 4 രൂപ വന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തതിൻ്റെ എൻട്രി എങ്ങനെ കിട്ടും? ക്രെഡിറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ടു ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്, ക്രെഡിറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ടു എന്ത് ചെയ്തു? ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മൾ എൻട്രി ഇട്ടത്. അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 5 ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താണ്? X limited furnish the following particulars. Debtors ledger include 5,000 due from Sen and Co. ഡെറ്റേഴ്സ് ലെജറിൽ 5,000 ആയിരിക്കണം സെൻ ആൻഡ് കോയിൽ നിന്നാണ് കിട്ടിയത്. സെൻ ആൻഡ് കോയിൽ നിന്ന് 5,000 ഡ്യൂ ആയിട്ടുണ്ട്. വേർ ക്രെഡിറ്റേഴ്സ് ലെജറിൽ ആ 3,000ഉം അതേ നെയിമിൽ തന്നെ സെൻ ആൻഡ് കോയ്ക്ക് നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പോൾ 5,000 ആണോ 3,000 ആണോ കുറവ്? 3,000 ആണ് കുറവ്. അപ്പോൾ 3,000 ഈ 5,000 മൈനസ് ചെയ്തിട്ട് 2,000 മാത്രം നമുക്ക് കിട്ടിയാൽ മതി, ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രി എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ടു ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ സെറ്റ് ഓഫ് ചെയ്ത ഫിഗർ, ആ സെറ്റ് ഓഫ് ചെയ്യുന്ന ഫിഗർ എടുത്ത് 3,000 എടുത്ത് എഴുതുക. ഇനി ഇല്ലുസ്ട്രേഷൻ 6. ഇല്ലുസ്ട്രേഷൻ 6 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലുസ്ട്രേഷൻ 6 from the following particulars which have been extracted from the book of G and Co. for the year ended 31/12/2013. Prepare general ledger adjustments account in the creditors ledger and debtors ledger adjustments account in the general ledger. അപ്പോൾ നമ്മൾ എന്താണ് ബേസ് ആക്കി എടുത്തത്? ഇൻ ജനറൽ ലെജറിൽ ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ബേസ് ആയിട്ട് നമ്മൾ എടുത്തത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻ ജനറൽ ലെജറിൽ ക്രെഡിറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ബേസ് ആക്കി എടുത്തത്. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റേഴ്സ് ലെജർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് ലെജറിൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ജനറൽ ലെജർ, ഡെറ്റേഴ്സ് ലെജറിൻ്റെ കാര്യത്തിൽ സെയിം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ച അതേ ഇത് തന്നെ, അതായത് ഡെറ്റേഴ്സിനെ കൂട്ടണ ആയിട്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് വരും. ഡെറ്റേഴ്സിനെ കുറക്കണ ആയിട്ട് എന്ത് ചെയ്യും? ക്രെഡിറ്റ് വരും. ഡെറ്റേഴ്സ് ലെജറിൻ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ലെജറിൻ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നേനെ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കണത്? ഇവിടെ പറഞ്ഞേക്കണത് ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൻ ക്രെഡിറ്റേഴ്സ് ലെജറാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് വരണ്ട. ഈ ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എങ്ങനെ വന്നോ അതേ ഭാഗത്ത് തന്നെ, അതേ സൈഡിൽ തന്നെ ഈ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൻ ക്രെഡിറ്റേഴ്സ് ലെജറിൽ അതേ ഭാഗത്ത് തന്നെ കാണിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതായത് ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇൻ ജനറൽ ലെജറിൽ ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഡെറ്റേഴ്സിനെ കൂട്ടണ കാര്യങ്ങൾ ഡെബിറ്റ് വരും, ഡെറ്റേഴ്സിനെ കുറയ്ക്കണ കാര്യങ്ങൾ ക്രെഡിറ്റ് വരുമായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഇരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റേഴ്സ് ലെജറിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. പക്ഷേ അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ ജനറൽ ലെജറിൽ ക്രെഡിറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് അല്ല, ക്രെഡിറ്റേഴ്സ് ലെജറിൽ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഡെറ്റേഴ്സ് ലെജറിൻ്റെ എങ്ങനെ എഴുതിയോ അതേ രീതിയിൽ തന്നെ ഈ ലെജറും എഴുതിയാൽ മതി. ഡെറ്റേഴ്സിനെ കൂട്ടണം, അതായത് ക്രെഡിറ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റംസ് ഡെബിറ്റ് തന്നെ എഴുതുക, ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റംസ് ക്രെഡിറ്റ് തന്നെ എഴുതുക. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ഏതെങ്കിലും ഒരു ബേസ് ആയിട്ട് വെച്ചാലേ നമുക്ക് ആ കൺഫ്യൂഷൻ തീർത്ത് നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെപ്റ്റേഴ്സ് ബാലൻസ് അപ്പോൾ ഇൻ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഡെപ്റ്റർ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെ എഴുതും? ഡെപ്റ്റർ ബാലൻസ് ഡെബിറ്റ് എന്ത് എഴുതും? ഡെപ്റ്റർ ബാലൻസിൻ്റെ ഡെബിറ്റ് എന്ത് എഴുതും?
20,000 എഴുതുക. 20,000 എന്താണ്? ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് എഴുതുമ്പോൾ എന്ത് എഴുതും? ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതുക. അതിൽ തന്നെ ക്രെഡിറ്റ് ബാലൻസും പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തും? ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 300 എഴുതുക. പിന്നെ ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡാണ് വന്നേക്കണത്. ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് സൈഡ് വരാൻ നേരത്തേക്കും എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡ് വരാൻ നേരത്തേക്കും ഇതെന്ത് അക്കൗണ്ടാണ്? ക്രെഡിറ്റേഴ്സിൻ്റെ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ പറഞ്ഞേക്കണേ? ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. അതിൽ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടാണ്. അത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഇൻ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിലാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഡെബിറ്റ് ക്രെഡിറ്റേഴ്സ് ബാലൻസിൻ്റെ ഓപ്പണിങ് ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ആക്കുക. ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ബേസ് ആക്കി വെച്ചാൽ മതി. നമ്മൾ ക്രെഡിറ്റേഴ്സ് ലെജറും ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിലെ ക്രെഡിറ്റേഴ്സ് ലെജർ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും? ഇതിന് ഡെബിറ്റ് ബാലൻസ് തന്നെ എഴുതും, ക്രെഡിറ്റ് ബാലൻസ് തന്നെ എഴുതുമായിരുന്നു. ഇത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ബാലൻസ് എടുത്ത് ക്രെഡിറ്റ് എഴുതണം, ക്രെഡിറ്റ് ബാലൻസ് എടുത്ത് ഡെബിറ്റ് എഴുതണം. പർച്ചേസ് ഇൻക്ലൂഡിങ് ക്യാഷ് ഉണ്ട്. ക്യാഷ് 4,000 ഉണ്ട്. അത് എത്രയാണ് പർച്ചേസ് വന്നത്? 12,000 ആണ്. അപ്പോൾ 8,000 എഴുതാൻ പാടുള്ളൂ. അപ്പോൾ പർച്ചേസ് ഏത് സൈഡ് എഴുതും? പർച്ചേസ് ഇതിൽ ജനറൽ ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിങ് ക്രെഡിറ്റേഴ്സ് ലെജറാണ്. അത് പർച്ചേസിനെ കൂട്ടണായിട്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അപ്പോൾ 8,000 എടുത്ത് ഡെബിറ്റ് ചെയ്യുക. സെയിൽസ് ഇൻക്ലൂഡിങ് ക്യാഷ് 6,000. സെയിൽസ് നമ്മളെപ്പോഴും അതേ ഇതിൽ, അതായത് നമ്മളുടെ ബേസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? 25,000 6,000 പോയിട്ടുണ്ടെങ്കിൽ 19,000. ക്യാഷ് സൈസ് എടുക്കില്ല, അതുകൊണ്ട് 6,000 മൈനസ് ചെയ്യുക. അതുകൊണ്ട് ക്രെഡിറ്റ് സെയിൽസ് എത്ര വരും? 19,000 വരും. ആ 19,000 എന്ന് വെച്ചാൽ എന്താണ്? ക്രെഡിറ്റ് സെയിൽസിനെ, അതായത് ഡെറ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റമാണ്. ഡെറ്റേഴ്സിനെ കൂട്ടുന്ന ഐറ്റം ആകുമ്പോൾ ആ 90,000 എവിടെ എഴുതണം? ഡെബിറ്റ് സൈഡിൽ എഴുതണം. ക്യാഷ് പേ ടു സപ്ലയർ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം 9,000. ഇവിടെ എന്താ എഴുതിയേക്കണേ? 8,500. അപ്പോൾ 9,000 ആണ് അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട്. 8,500 ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമുക്ക് ഒരു ഡിസ്കൗണ്ട് 500 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡിസ്കൗണ്ട് ഉണ്ട്, അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അത് ക്യാഷ് പെയ്ഡ് സപ്ലയേഴ്സിന് ക്യാഷ് പേ ചെയ്തു സപ്ലയേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരും? ക്രെഡിറ്റേഴ്സിൽ വരും. ക്രെഡിറ്റേഴ്സിൽ ഏത് എമൗണ്ട് എഴുതാം? 8,500 കാണിക്കണം. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ആയിട്ട് ക്രെഡിറ്റ് സൈഡിൽ 500 കാണിക്കണം. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം 15,000 ഉണ്ടായിരുന്നത് 14,100 സെറ്റിൽ ചെയ്തു. അപ്പോൾ ബാലൻസ് 900 എന്തായിട്ട് എഴുതണം? ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? ഇത് എവിടെ എഴുതും? ഇത് ഡെറ്റേഴ്സ് ലെജറിൽ എഴുതുക, ക്രെഡിറ്റ് സൈഡ് എഴുതുക. ഇതെന്ത് ചെയ്യുന്നു? ക്യാഷ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 14,100 എഴുതുക, ഡിസ്കൗണ്ട് ആയിട്ട് 900 എഴുതുക. ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് ഇൻക്ലൂഡിങ് റിന്യൂവലും ചെയ്ത് ബിൽസ് പേയബിൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം? അത് ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്നതാണ്. അത് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ബിൽസ് പേബിൾ വിഡ്രോൺ അപ്പോൺ റിന്യൂവൽ. ബിൽസ് പേബിൾ വിഡ്രോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റേഴ്സിനെ കൂട്ടും. അപ്പോൾ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് എഴുതുക. ഇൻട്രസ്റ്റ് ഓൺ ബിൽസ് പേബിൾ റിന്യൂഡ്. റിന്യൂ ചെയ്യണതിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു. അതെന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സിനെ കൂട്ടുന്ന കാരണമാണ്. അത് ക്രെഡിറ്റ് ചെയ്തുക. ബിൽസ് റിസീവ്ഡ് അതെന്ത് ചെയ്യും? കുറയ്ക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഏതിനാ? ഡെറ്റേഴ്സിനെ. ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ് കാണിക്കില്ല. ബിൽസ് റിസീവബിൾ ആർ എൻഡോസ് ഡിസോണേഡ് ആവുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്തു? ക്രെഡിറ്റ് ഡെറ്റേഴ്സിനെ കൂട്ടുവാണ്. ഡെറ്റേഴ്സിനെ കൂട്ടുന്നതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് സൈഡ് കാണിക്കും. ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് കാണിക്കില്ല. ബിൽസ് റിസീവബിൾ ഡിസോണേഡ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബിൽസ് റിസീവബിൾ ഡിസോണേഡ് ആയി കഴിയുമ്പോൾ അത് വീണ്ടും ഡെറ്റേഴ്സിനെ കൂട്ടുന്ന കാര്യമാണ്. അത് ഡെബിറ്റ് സൈഡ് കാണിക്കുക. ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ഡിസോണർ ബിൽ. ഡിസോണർ ബില്ലിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. ഇൻട്രസ്റ്റ് ചാർജ് ഓൺ ഡിസോണർ ബിൽ എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണത് എന്തിനാണ്? ഡെറ്റേഴ്സിനെ കൂട്ടും. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യുക. ട്രാൻസ്ഫർ ഫ്രം വൺ ലെഡ്ജർ ടു അനദർ ലെഡ്ജർ. ഏതൊരു രീതിയിൽ നിന്നും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് ചെയ്യുക. റിട്ടേൺ ക്രെഡിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഉള്ളത്? അത് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നത്. അതെന്തായിരിക്കും? എവിടെയായിരിക്കും എഴുതേണ്ടത്? അത് ക്രെഡിറ്റേഴ്സിൻ്റെ സൈഡിലാണ് എഴുതേണ്ടത്. ക്രെഡിറ്റേഴ്സിൻ്റെ സൈഡിൽ അത് കുറയ്ക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം?
അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഡെപ്റ്റേഴ്സ് ബാലൻസ് എന്നുള്ളത് എന്താണ്? ഡെപ്റ്റേഴ്സ് ബാലൻസ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡ് വന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് ബാലൻസ് ക്രെഡിറ്റ് സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ ലെഡ്ജർ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡ് എഴുതുക. ക്രെഡിറ്റ് ബാലൻസിന് ഡെബിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റ് ബാലൻസിന് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് എഴുതുക. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 6 അത്രയേ ഉള്ളൂ. ആ പോയിന്റ്, അതായത് ഏതെങ്കിലും ഒന്ന് നമ്മൾ ബേസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇല്ലുസ്ട്രേഷൻ 7 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഫ്രം ദ ബുക്ക് ഓഫ് ദ ട്രേഡർ ഫോർ ദ പീരീഡ് 1st January to 31st March 2013. ടോട്ടൽ സെയിൽസ് എമൗണ്ടഡ് ടു 70,000 ഇൻക്ലൂഡിംഗ് ദ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 10,000. ആ 70,000 എന്താണ്? ഫർണിച്ചർ സെയിൽ ചെയ്ത 10,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബുക്ക് വാല്യൂ 12,300. ബുക്ക് വാല്യൂ നമുക്ക് അറിയണ്ട. അപ്പോൾ എത്രയാണ് സെയിൽ ചെയ്തത്? 10,000. അപ്പോൾ ടോട്ടൽ സെയിൽ കാണിക്കുമ്പോൾ 70,000 മൈനസ് 10,000 എത്രയാണ്? 60,000 കാണിക്കാവൂ. ടോട്ടൽ സെയിൽസ്, the total cash sales were 80% less than the total credit sales. ക്രെഡിറ്റ് സെയിൽസിനേക്കാളും 80% കുറവാണ് ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ളത് ഒരു 100 rupees ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 80% കുറവാണെന്ന് പറയുമ്പോൾ എത്രയാണ് ക്യാഷ് സെയിൽസ് വരുള്ളൂ? 20 rupees മാത്രമേ എന്ത് വരുള്ളൂ? ക്യാഷ് സെയിൽസ് വരുള്ളൂ. അപ്പോൾ ക്യാഷ് സെയിൽസ് 20 ആണ്. ക്രെഡിറ്റ് സെയിൽസ് 100 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സൈസ് എത്രയായിരിക്കുള്ളൂ? 120 ആയിരിക്കും. ഓക്കെ, 120 ആയിരിക്കും. ആ 120 ആയിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആ കിട്ടിയ 60,000 ആണ് നമുക്ക് ടോട്ടൽ സൈസ് കിട്ടിയിരിക്കുന്നത് 60,000 ആണ്. 70,000 നിന്ന് 10,000 കുറഞ്ഞപ്പോൾ ടോട്ടൽ സൈസ് എത്രയാണ്? 60,000 ആണ് കിട്ടിയിരിക്കുന്നത്. ആ 60,000 നിന്ന് ക്രെഡിറ്റ് സെയിൽസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? 60,000 എന്നുള്ളത് ഏതിലാണ്? ടോട്ടൽ സൈസ് നമുക്ക് എത്രയും വന്നത്? 120 ആണ്. അപ്പോൾ 120ൽ ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? 100 ആണ്. അപ്പോൾ 60,000 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ക്യാഷ് സെയിൽ നമുക്ക് വേണ്ട. ക്യാഷ് collection from debtors amounted to 60% of the aggregated of the opening debtors and credit sales for the period. Discount allowed to the amount 2,600. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സ് എമൗണ്ടഡ് ടു 60% ആണ്. ഏതൊക്കെയാണ്? ആഗ്രിഗേറ്റ് ഓഫ് ഓപ്പണിംഗ് ഡെറ്റേഴ്സ് വേറെ എവിടെയെങ്കിലും ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 40,000 പിന്നെ എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? 60,000 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 എന്നുള്ളത് വെച്ച് ആ കണ്ടുപിടിച്ച എമൗണ്ടും ഈ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ 60% ആണ് ക്യാഷ് റിസീവ് ചെയ്തത്. ആ ക്യാഷ് റിസീവ് ചെയ്തത് ഇവിടെ എഴുതാൻ യു ആർ റിക്വയർഡ് ടു സൺട്രി ഡെറ്റേഴ്സ് ലെജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടും ജനറൽ ലെജർ നമ്മൾ ബേസ് ആക്കി വെച്ചിരിക്കുന്നിടത്ത് തന്നെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് സൈഡ് എഴുതുക. ഇവിടെ കൊണ്ട് ക്രെഡിറ്റ് സെയിൽസ് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് എഴുതുക. ബിൽസ് റിസീവബിൾ ഡ്രോൺ ഡ്യൂറിംഗ് ദ പീരീഡ് ടോട്ടൽഡ് 7,000 ഓഫ് വിച്ച് ബിൽസ് എമൗണ്ടഡ് 3,000 വേർ എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് സപ്ലയേഴ്സ്. എൻഡോസ് ചെയ്ത് നമുക്ക് അറിയേണ്ട കാര്യമുള്ള 7,000 എന്ത് ചെയ്തു? ബിൽസ് റിസീവബിൾ ആയതു. അതിന് 7,000 എന്ത് ചെയ്യണം? നമുക്ക് ക്രെഡിറ്റ് എഴുതുക. ഔട്ട് ഓഫ് ദിസ് എൻഡോസ്ഡ് ബിൽസ് റിസീവബിൾ 4,600 വാസ് ഡിസോണർ ഫോർ നോൺ പേയ്മെൻറ്റ്. അപ്പോൾ ആ നമുക്ക് എൻഡോസ് ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്യണം? അതിൽ 1,600 ഡിസോണറായി. ആ ഡിസോണറായി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായി? ക്രെഡിറ്റേഴ്സിനെ കൂടി. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, as a party insolvent as the check received from customer 5,000 were dishonor, a sum of 500 is irrecoverable. കസ്റ്റമറിന് ചെക്ക് എത്രയാണ് കിട്ടിയത്? 5,000 ആണ്. അതെന്ത് ചെയ്തു? ഡിസോണറായി. ചെക്ക് ഡിസോണർ ആകുമ്പോൾ അതെന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് 5,000 എഴുതുക. പക്ഷേ അതിൽ 500 എന്നുള്ളത് ഇറിക്കവറബിൾ ആണ്. അതെന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ മൈനസ് ചെയ്ത് കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. ബാഡ് ഡെപ്റ്റ് ഇവിടെ ഉണ്ട്. ബാഡ് ഡെപ്റ്റ് എത്രയും 2,500 നിന്ന് 5,000 ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് 5,000 മൈനസ് ചെയ്ത് കാണിക്കുക. അതുകൊണ്ട് 2,100 ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. സൺട്രി ഡെറ്റേഴ്സ് 1st January സ്റ്റുഡ് ഓഫ് 40,000. 1st January സൺട്രി ഡെറ്റേഴ്സ് ഒക്കെ 40,000 ആണ്. ആ 40,000 എവിടെയും ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ 40,000 കാണിക്കുക. ഇനി കിട്ടുന്നത് ബാലൻസ് ആണ്. അതിൻ്റെ ബാലൻസ് ആയിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു സെൽഫ് ബാലൻസിങ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും പ്രോബ്ലം ഞാൻ കാണിച്ച് തരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി സ്ലോ ആ പറയുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ നമുക്കിനി കൂടുതൽ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും തരത്തിലാണ് ഞാനിത് വീഡിയോ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്കതനുസരിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. താങ്ക് യു.